എന്നാലും തങ്കപ്പച്ചേട്ടൻ്റെ ആള് മുറ്റുതല്ലേ. നമസ്കരിച്ചു. സ്തുതിയേ സ്തുതി. കറക്റ്റ് സമയത്ത് തങ്കപ്പച്ചേട്ടൻ വേണ്ടതുപോലെ കാര്യങ്ങൾ പറഞ്ഞു. ഏത് സുപ്രീം കോടതി ചോദിച്ചാലും ഇതുപോലെ തന്നെ അങ്ങ് തങ്കപ്പച്ചേട്ടൻ പറഞ്ഞാൽ മതി. പിന്നെ അവൻ പുറത്തിറങ്ങത്തില്ല. 3:45 കള്ളും കുടിച്ചിട്ട് അവൻ്റെ ഒരു ഗുണ്ടാപ്പണി. അത് ഈ നാട്ടിലെ കുറെ കൊഞ്ഞാണന്മാരടുത്ത് നടക്കും. എൻ്റെ വീട്ടിൽ കയറി കാണിച്ചാലേ പിന്നെ അവനങ്ങ് സ്വയം കുത്തിച്ചാവുന്നതാണ്. 14 ദിവസം പോലീസ് കസ്റ്റഡിയില്ല. നാളെ കോടതിയിൽ ഹാജരാക്കും. ഇടിച്ചവന്റെ പതിര് പതപ്പിച്ചു എന്നാണ് SI പറഞ്ഞത്. തന്നിച്ചോ? ഓ, പുറത്തോട്ട് ഇറങ്ങുമ്പോഴേക്കും ഒരു ശവപ്പെട്ടി അടുപ്പിച്ച് വെച്ചേക്കണം അവന് വേണ്ടി. കുഴിമറ്റൻ ട്രാവൽസിന്റെ വക ഫ്രീ. അത് വേണ്ടേ തങ്കപ്പൻ യോടാ എന്നാ പറ്റി? തങ്കപ്പൻ ചേട്ടൻ്റെ ഒരു മുഖപ്രസാദം ഇല്ലല്ലോ. തങ്കപ്പൻ ചേട്ടനെ ചെറിയൊരു വിറ. ചുരുട്ട ജോസ് ഇറങ്ങുമ്പോ അപ്പന്റെ കത്തിയെടുത്ത് ഈ നെഞ്ചത്തോട്ട് കയറ്റുവോ അല്ലേ തങ്കപ്പൻ ചേട്ടാ? ആ വിറ ഞാനിപ്പോ മാറ്റിത്തരാം. ഇതങ്ങ് പിടിപ്പിച്ചേ. ചേട്ടന്റെ ഷാപ്പിലെ ആനമയക്കല്ല, നല്ല ഒന്നാന്തരം സ്കോച്ചാ. കാശുള്ള വീട്ടിൽ അച്ചായത്തി പിള്ളേര് പേര് കഴിയുമ്പോ വയറ് നന്നാക്കാൻ കഴിക്കുന്ന സാധനമാ. ഇത് രണ്ടെണ്ണം അങ്ങ് പിടിപ്പിച്ച വയറല്ല, വയറ്റിലെ ജാങ്ഷൻ വരെ അങ്ങ് തണുക്കും. മേടിച്ചോന്നേ. എന്തു വന്നാലും എന്നെ ടോമിച്ച് കൈവിടരുത്. നിങ്ങളുടെയൊക്കെ ധൈര്യത്തില ഞാൻ അന്ന് അങ്ങനെ ഒരു കള്ളസാക്ഷി പറഞ്ഞത്. എന്നെ പുഴുങ്ങിയ വർത്താനമായി പറയുന്നേ. എനിക്കൊരു കൈ തന്ന് സഹായിച്ച 1000 കൈ കൊടുത്ത് സഹായിക്കൂ ടോമി. ചുരുട്ടാൻ നിങ്ങളുടെ രോമത്തിൽ തൊടില്ല. ടോമിയാ പറയുന്നത്. അവൻ പുറത്തോട്ട് ഇറങ്ങുമ്പോ കൊടുത്തതിനും വലിയ പണി ഞങ്ങൾ കൊടുക്കും. മാത്രമല്ല അവൻ ഇനി ഒരിക്കലും പുറം ലോകം കാണുകയല്ല. ആര് പോകും അവന് വേണ്ടി കേസ് നടത്താൻ? അവനെ ജാമ്യത്തിൽ ഇറക്കാൻ അച്ഛൻ ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരിപ്പം നടക്കുകയല്ല. ആര് പറഞ്ഞിട്ടല്ലേ ചാൻസ്? പറ പറയാൻ. ഇപ്പൊ താൻ കാരണം ഞാൻ കുര്യച്ചന്റെ കൊലയാളിയാ. ഇനി തന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോവും. പറയണോ? നിങ്ങൾ ഈ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് പറഞ്ഞില്ലേ കുര്യച്ചൻ ഇവിടെ കൊന്നിട്ട് ഞാനാണെന്ന്? സത്യം എന്താണെന്ന് തന്റെ നാവെന്ന് തന്നെ നാട്ടുകാരറിയണം. ഒരപ്പനെ പോലെ നിങ്ങളെ കണ്ട എന്നോട് ഈ ചതി വേണ്ടായിരുന്നു തങ്കപ്പേട്ട.
എന്നെ പൊന്നു ജോസ്, എനിക്കൊരബദ്ധം പറ്റിയതാണ്. എന്നോട് ക്ഷമിക്ക്, എല്ലാം ഞാൻ പറയാം. അന്ന് രാത്രി ഞാൻ ഷാപ്പടച്ചിറങ്ങുകയായിരുന്നു. തങ്കപ്പച്ചേട്ടോ, ഓ, ഷാപ്പ് അടക്കുവാണോ? ആ അടച്ച്. ആ കുരിയച്ചനിങ് വന്നായിരുന്നു. ആ ഉണ്ടായിരുന്നു, ജോസ് എടുത്തോട്ട് പോയി. ആ സണ്ണിജ, പാലം വഴിയാണെങ്കിൽ ഞാനും പറഞ്ഞോ. ആ പോര്. ഓ ഓ, കേട്ടോ തങ്കപ്പച്ചേട്ടാ, ഓ, ഈ കുരിയച്ചൻ ഏതെങ്കിലും കള്ളു കുടിച്ച് മുടിഞ്ഞു. എന്നാ മകളെങ്കിലും പോയി രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി ആ റാണിയുടെ പേര് പാസ്പോർട്ടും വിസയൊക്കെ ഉണ്ടാക്കി കൊടുത്തതാ ഞാൻ. ആശുപത്രി കിടന്നപ്പോ കുറച്ച് കാശും കൊടുത്തു. ഇപ്പൊ ഒരു ഉളുപ്പില്ലാതെ അയാള് പറയുവാ അവളെ ഗൾഫിലേക്ക് വിടുന്നില്ല. എന്റെ കൈക്കാശ് 19,000 രൂപ മുടങ്ങി കിടക്കുക അല്ലേടാ പോയി. അല്ലാതെ പിന്നെ ഈ നാട്ടുകാർക്ക് വേണ്ടി എന്നാ ഉപകാരം ചെയ്താലും അവസാനം അത് ടോമിച്ചന് ഭാരമായി തീരും. എന്റെ ഒരു തലയിലെഴുത്തേ. ആണ്ടെ കുരിയച്ചനല്ലേ ഇത്? കുരിയച്ചോ, അപ്പൊ റാണിയുടെ കാര്യമൊക്കെ തീരുമാനിച്ചോ? ആഹാ, റോമിച്ചനോ? തീരുമാനിച്ചു. അവളെ ഗൾഫിലും പോകുന്നില്ല, ഒരു കോറ്റാരത്തിലും പോകുന്നില്ല. അവളെ ഞാൻ ചുരുട്ട ജോസിന് കെട്ടിച്ചു കൊടുക്കാൻ പോവുക. കള്ളുകൊണ്ടും കാശ് കൊണ്ടും നമുക്ക് ചേർന്ന ബന്ധം. താൻ എന്നാ കാണിച്ചാലും ഒരു കുഴപ്പമില്ല. എനിക്ക് ചെലവായ കാശ് നീ തിരിച്ചു തന്നേക്കണം. ഓ, ഞാൻ ചോദിച്ചിട്ടൊന്നും അല്ലല്ലോ തന്നത്, നീയായിട്ട് കൊണ്ടുവന്ന് തന്നതല്ലേ. ഞാനത് മേടിച്ചു. അത് കടമായിട്ട് കൂട്ടണ്ട, ഒരേ രസമായിട്ട് കൂട്ടിയാ മതിയെന്ന്. ഒരുമാതിരി കാശ് മേടിച്ചിട്ട് പനത്തരം പറയും. ഓ, ഇയാളാണ് രാജാവോ? ചവിട്ടി കൂട്ടി ഞാൻ. നിന്റെ അപ്പം എന്നോട് കൊള്ളിച്ചോട്ടെ. എന്റെ ഉടുപ്പാ സണ്ണിച്ചാലും വീട് കുരിയച്ച വെള്ളം അടിച്ചിട്ട് വെക്കിട്ട് കയറുന്നു. വിടാൻ. എന്ത് കള്ളു കുടിച്ച എന്നാ ഇത്? വിടാൻ. ആരോട്ട് വെച്ചാ എടാ കിളവ, കാശ് തിരിച്ചു കൊടുത്തില്ലേ, അത് മുതലാക്കാൻ ഞങ്ങൾക്കറിയാം. മോളെ ഞങ്ങളങ്ങ് പൊക്കും. എടാ വരുത്തൻ, ഈ ആറുമുഖത്തിന്റെ നേരെ കൈവയ്ക്കാറായടാ പാട്ടി. ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തല്ല, പറ്റിപ്പോയതാ. എനിക്ക് മറിച്ചിട്ട് പോയ ഞാൻ പോയിക്കോട്ടെ. താൻ എവിടെയും പോകുന്നില്ല. ഇങ്ങോ വന്നേ. ഈ കാര്യം തന്റെ വായിന്ന് പുറത്തങ്ങാൻ അറിഞ്ഞ പിന്നെ തന്റെ ശവേ കാണത്തുള്ളൂ. കത്തി മാറ്റി സണ്ണിച്ച. തങ്കപ്പച്ചേട്ടൻ നമ്മളോട് നിൽക്കും. ചേട്ടാ ഇങ്ങോട്ട് വന്നു. ടോമിച്ചല്ലേ വന്നേ. ആ അതെ, തങ്കപ്പച്ചേട്ടൻ ഞങ്ങൾ പറയുന്ന പോലെ നിൽക്കണം. ഇല്ലേ സണ്ണിച്ചൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ആ ആണെന്ന് ടോമിച്ചാ, ടോമിച്ചാ, ആ സണ്ണിച്ച, സംഗതിയെല്ലാം പാളിപ്പോയി. ചുരുട്ട് ജോസ് ജാമ്യത്തിലിറങ്ങി. 2 കിട്ടിയപ്പോ തങ്കപ്പൻ ചേട്ടൻ സത്യം എല്ലാം തുറന്നു പറഞ്ഞു. നീ ഒറ്റ ഒരുത്തന ഇതിനൊക്കെ കാരണം. നിന്നെ
പിന്നെ മറ്റവളെ ഗൾഫിലെ കൊലച്ചിത്തരാന്ന് പറഞ്ഞ് ഉള്ള കൊടുത്തിട്ട് മുഴുവൻ കൊണ്ടുപോയി ചാടിച്ചു. ആ ഇപ്പൊ പെണ്ണുകേസ് മുതൽ കൊലപാതകം വരെയായി തലയില്. വിട് വിടാൻ. ഞാൻ മാത്രമല്ല, നിങ്ങൾ ലാഭം കണ്ടിട്ടായി പണിക്കിറങ്ങിയത്. നിന്റെ പുഴുങ്ങിയ ലാഭം എന്റെ അടുത്ത് വേണ്ട. അവളെ കൊണ്ടുപോകാൻ നടന്ന സമയം കൊണ്ട് എനിക്ക് 100 എണ്ണത്തിനെ കൊണ്ടുപോകായിരുന്നു. 100 എണ്ണത്തിന്. നിങ്ങളൊന്നും മിണ്ടാതിരിക്കും. എന്റെ പൊന്നു ശ്രമിച്ചാ എനിക്ക് കൈയും കാലും വരച്ചിട്ട് വയ്യ. അവസരം കിട്ടിയ നാട്ടുകാർ നമ്മളെ തല്ലിക്കൊല്ലും. എന്റെ പൊന്ന് ടോമിച്ച ടെൻഷൻ അടിക്കാതെ എല്ലാത്തിനും ഒരു വഴി ഉണ്ടാക്കാന്നേ. ഉണ്ടാക്കണം. എനിക്ക് എന്റെ അപ്പൻ ഉണ്ടാക്കിയ റബ്ബറും വെട്ടി ആവശ്യത്തിന് കള്ളം കുടിച്ച് സമാധാനമായിട്ട് ജീവിച്ചാൽ മതിയായിരുന്നു. നീ പറഞ്ഞിട്ടാ ഞാൻ ഈ ഗൾഫ് കച്ചവടം ട്രാവൽസും ഒക്കെ തുടങ്ങി. അതുകൊണ്ട് ആർക്കും ഒരു നഷ്ടവും വന്നിട്ടില്ല. ഇപ്പൊ ഒരു അബദ്ധം പറ്റി. ഈ സമയത്ത് ഇങ്ങനെ പരസ്പരം പഴിചാരിയല്ല വേണ്ടത്. ബുദ്ധി ഉപയോഗിച്ച് രക്ഷപ്പെടാൻ നോക്കണം. അങ്ങനെ പറഞ്ഞോട് സണ്ണിച്ച. ടോമിച്ചൻ ഇങ്ങ് വന്നേ. ഇങ്ങ് വന്നേന്ന് വന്നേ. എന്നാ ബുദ്ധി പ്രയോഗിക്കാനാ? ടോമിച്ചൻ പോലീസിനെ അങ്ങ് വിളിക്കും. പോലീസിനെ വിളിക്കാനോ? ദൈവന്മാര് മറ്റേ വർത്താനം പറയുന്നത് കേട്ടോ. ടോമിച്ചൻ ഇങ്ങ് വന്നേ. ഈ കേസിൽ നമ്മളായിട്ടൊന്നും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് ആ കുരിയച്ചനെ കൊല്ലേണ്ട കാര്യം വല്ലുന്നുണ്ടോ? ആ അറുമുഖം ചെയ്ത തരല്ലേ. അതാ പറഞ്ഞത് പോലീസിനെ അറിയിക്കാൻ. തൽക്കാലം 1-ാം പ്രതി കിട്ടിയ നാട്ടുകാരും പോലീസുകാരും ഒന്ന് ഒതുങ്ങും. നമുക്ക് ഈ ഓളമൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു മുൻകൂർ ജാമ്യം സംഘടിപ്പിച്ചുകൊണ്ടിങ്ങ് വരാം. അതുവരെ ഇവിടെ നിന്ന് മാറിയിരിക്കുന്നതാ ബുദ്ധി. അറുമുഖ ഇങ്ങ് വന്നേ. എന്നാ 2 എണ്ണം പിടിപ്പിരും. മനസ്സിനൊരു ധൈര്യം കിട്ടട്ടെ. മറ്റേ പ്രശ്നത്തിന് നമ്മളൊരു വഴി കണ്ടിട്ടുണ്ട്. ഇപ്പൊ ശരിയാക്കി തരാം. എന്നാ അടിയന്നേ. എന്നാ നോക്കാനാ? അതെ, ആവശ്യം പഠിപ്പിച്ചോ. ആ